ഇന്ന് ഒരു സ്പെഷ്യൽ പറഞ്ഞാൽ എന്താ മത്തി പറഞ്ഞാൽ നാടൻ മത്തി കിട്ടിയില്ല കേട്ടോ. ഇതാ പരപ്പൻ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മത്തിയും കൊണ്ട് നമുക്ക് മഞ്ഞളുടെ ഇലയില്ലേ, മഞ്ഞളുടെ ഇലയിൽ ചുട്ടെടുത്ത് കഴിക്കുന്നത് എന്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഞാനിവിടെ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഇവിടുത്തെ അച്ഛനത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇതാണ്. കാരണം മഞ്ഞളുടെ ഇലയുടെ അതിൽ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണവും അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അങ്ങനെ ചുട്ടെടുത്തിട്ട് നമ്മൾ കഴിക്കുന്നത് കാണാൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഈ ചുട്ടെടുക്കുന്നതിന് വേണ്ടതല്ലേ, ഇതാ അരിമുളകൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ. അരിമുളക്, കാന്താരി, അരിമുളക് എന്ന് പറയും ചില നാട്ടിൽ കാന്താരി എന്ന് പറയും. അപ്പോൾ ഇതുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ അപ്പുറത്ത് ബാക്ക് സൈഡിലുണ്ട്, അവിടെ നിന്ന് പറിച്ചാണ്. ഇനി എന്താ പറയുക വേണ്ടത്, നാരങ്ങയുടെ തൂമ്പയിലേന്ന് നമുക്ക് പറിക്കേണ്ടത് കേട്ടോ. നാരങ്ങയുടെ ഇല ഇതുണ്ടോ, നല്ല മണം കേട്ടോ ഇല. അപ്പോൾ ഇലയുടെ തൂമ്പയില നോക്കിയിട്ട് പറിക്കട്ടെ. ഇനി എന്തറിയോ, ഇനി വേണ്ടത് പുളിയുടെ തൂമ്പല. ഇതാ തൂമ്പല ഉണ്ടോ, അതാണ് ഈ പുളിയുടെ തൂമ്പല കുറച്ച് വേണം. അപ്പം അത് പറിക്കും. അപ്പോൾ എന്താ പരപ്പൻ മത്തി ഇതൊക്കെ കഴുകി വൃത്തിയായി കേട്ടോ. ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇതാ വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയായി വെച്ചിട്ടുണ്ട്. ഇനി അത് വരയണം. പിന്നെ അതിലേക്ക് വേണ്ടത് ഇതാണ്ടോ, അപ്പോൾ ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. ഇതാ പുളിയുടെ ഇല കേട്ടോ, നാരങ്ങയുടെ ഇല, കുരുമുളക്, വെളുത്തുള്ളി, അരിമുളക്, കാന്താരി. പിന്നെ ഇതാ ഈ ഇലയിൽ കേട്ടോ, ഇതാണ്ടോ ഇല മഞ്ഞളുടെ ഇലയാണ്. നല്ല മണമുണ്ട്, ഇലയുടെ നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇലയിൽ ചുട്ടെടുക്കുമ്പോൾ നല്ല രസമുണ്ടാവും മണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ അരച്ചെടുക്കാം. എല്ലാം കാണിച്ചതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ് കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞളുടെ ഇല വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ വെച്ചു. ഈ മസാല, നമ്മൾ അരച്ച മസാല ഇങ്ങനെ എല്ലാം ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും പിടിക്കുന്ന മാതിരി. ഇനി നമുക്ക് ഇലയിലില്ലേ ഒരു തുണിയിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് തുണിക്ക് ഒഴിച്ചിട്ട് ഈ ഇലയിലെല്ലാം ഒന്ന് തടവി കൊടുക്കണം. ഇങ്ങനെ കേട്ടോ. ഇനി നമുക്ക് മീൻ വെച്ച് കൊടുക്കാം കേട്ടോ. എന്താ ഇതാ മീൻ അപ്പോൾ പൊതിഞ്ഞു കേട്ടോ. ഇതാ ഇനി ഇതാണ്ടോ പൊതിയൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി തീക്കനൽ ഉണ്ടാക്കണം. നമുക്ക് തീക്കനൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുക കേട്ടോ. ഇതാട്ടോ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാട്ടോ ഓപ്പൺ ചെയ്തു. മേലൊക്കെ എന്താണൊക്കെ തുറന്നു നോക്കി ഇതാണ്ടോ കിടക്കണ കണ്ടോ നമ്മുടെ പരപ്പം മത്തി. അടിപൊളിയായിട്ടുണ്ട്. എന്താ മണം, മഞ്ഞളുടെ ഇലയുടെ മണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാ മത്തി. ഇല തുറന്നു കേട്ടോ. എന്താ നമ്മുടെ പരപ്പം മത്തി കിടക്കണ കണ്ടില്ലേ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഈ മഞ്ഞളുടെ ഇലയുടെ നല്ല മണവും പിന്നെ കാന്താരി, നാരങ്ങയുടെ ഇല, പുളിയുടെ ഇല ഇതെല്ലാം കൂടി സെറ്റായിട്ടുണ്ട് സംഭവം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ചെടുത്ത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അടിപൊളിയാ, അടിപൊളിയായിട്ടുണ്ട്. കറി വേണ്ട, ചോറ് മാത്രം മതി.
ചോറും ഇതും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പച്ച കാന്താരി, പുളിയുടെ ഇല, നാരങ്ങയുടെ ഇല, വെളുത്തുള്ളി, കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. ഈ ഇലയാണ്, മഞ്ഞളുടെ ഇലയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.